നാട്ടുകാരെല്ലാവരും ഒത്തൊരുമിച്ചെത്തുന്ന ഉദ്ഘാടന സമ്മേളനവും പുതുതായി പണികഴിപ്പിച്ച സീതത്തോട് പാലത്തിന്റെ ഉദ്ഘാടനവും മാർത്തോമ സഭയുടെ ബിഷപ്പായി ഉയർത്തപ്പെട്ട അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് തിരുമേനിക്ക് ജന്മനാട്ടിൽ സ്വീകരണവും സീതത്തോട് കീഴിൽ റിവർ എത്തനോ ഹബിന്റെ നിർമ്മാണോദ്ഘാടനവും മാർച്ച് 5-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സീതത്തോട്ടിൽ കോന്നിയുടെ വികസന ശില്പി, കോന്നിക്ക് വികസന പാതയിൽ പൊതുചരിത്രം രചിച്ച ജനകീയൻ, ഈ നാടിന്റെ പ്രിയപ്പെട്ടവൻ അഡ്വക്കേറ്റ് ഖയ്യൂർ ജിനീഷ് കുമാർ MLA അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പൊതുമന്ത്രി ഡോക്ടർ മാർത്തോമ സഭയിലെ പട്ടക്കാരൻ ബിഷപ്പുമായി ഉയർത്തപ്പെട്ട അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസിന്റെ സ്വീകരണവും ആദ്യം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ടൂറിസം സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന പദ്ധതിയാണ് സീതത്തോട് ഗതി റിവർ എത്തനോ ഹബ്. എല്ലാം കിട്ടുന്നുണ്ടല്ലോ. വലതുഭാഗത്തായി 1000 പരിപാടിയുടെ ഭാഗമായി
ഈ
വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഭേദങ്ങളൊന്നുമില്ലാതെ മനുഷ്യ സ്നേഹത്തിന്റെ മകുടോദാഹരണമായി ഈ കിഴക്കൻ മലയോര മണ്ണ് ലോകത്തോടൊപ്പം നിലനിൽക്കുന്ന വലിയ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ഇതാ 3 തലമുറ സ്വപ്നം കണ്ട സീതത്തോടിന്റെ ആ വലിയ ജീവിത യാഥാർത്ഥ്യം ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ്. സീതത്തോട് പാലം നിർമ്മാണം തുടങ്ങി 100 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച സീതത്തോട് പാലം ഇന്ന് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അല്പസമയത്തിന് മുമ്പ് പാലത്തിൽ നടന്ന ചടങ്ങിൽ നാട മുറിച്ചുകൊണ്ട് പാലം ഈ നാടിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രിയപ്പെട്ട മന്ത്രിയും ഈ പാലം ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ നിയമസഭയുടെ അകത്തളത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിപ്പോയപ്പോൾ ഈ നാടിന് നൽകിയ വാഗ്ദാനം പാലിച്ച പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ, അഭിവന്ദ്യ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ, നമ്മൾ ക്ഷണിച്ച വിശിഷ്ടാതിഥികളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സീതത്തോട് പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. സീതത്തോട് പാലം യാഥാർത്ഥ്യമായതോടൊപ്പം തന്നെ മറ്റൊരു നിർമ്മാണ പ്രവർത്തനം കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. ടൂറിസം മേഖലയിൽ അതീവ സാധ്യതകൾ വിളിച്ചോതി സീതത്തോട് ഗവി റിവർ എത്തനോ ഹബ്ബ് ടൂറിസം നിർമ്മാണ പരിപാടി ആരംഭിക്കുന്നു. മഹത്തായ കർമ്മം നടന്നത് നിർമ്മാണം തുടങ്ങി 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ സീതത്തോട് പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ മൗലിയിൽ ഒരു പൊൻതൂവലായി റെക്കോർഡ് വേഗതയിൽ ഒരുപക്ഷെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പദ്ധതി ഇതാ മാതൃകാപരമായി നാടിനെ സമർപ്പിച്ചിരിക്കുകയാണ്. പണിക്കാരോടൊപ്പം സാങ്കേതിക പ്രവർത്തകരോടൊപ്പം കൂടെ നിന്നു പ്രിയപ്പെട്ട ജനപ്രതിനിധി അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ. നിയമസഭയിലേക്ക് തന്നെ വിജയിപ്പിച്ച ആളുകൾക്ക് നൽകിയ വാഗ്ദാനം, തന്റെ കുഞ്ഞിനെ പോലെ ഈ നാടിനെ ഞാൻ കാത്തു
ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമുക്കെല്ലാം പ്രിയങ്കരനായ കോന്നിയുടെ ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്, പാലം നിർമ്മാണം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, വേദിയിലുള്ള അഭിവന്ധ്യ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് തിരുമേനി അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, KRPM സ്കൂളിൽ നിന്ന് സ്കൂൾ പഠനം പൂർത്തീകരിച്ച് തിരുവല്ലയിലെയും കോഴഞ്ചേരിയിലെയും പത്തനംതിട്ടയിലുമെല്ലാം കോളേജുകളിൽ നിന്നായി പ്രീ ഡിഗ്രിയും ഡിഗ്രിയും MAയും എല്ലാം പഠിച്ച് MG യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കോടുകൂടി ഉപരിപഠനം MA പഠനം പൂർത്തീകരിച്ച് സ്കോളർഷിപ്പോടുകൂടി സ്വിറ്റ്സർലൻഡിലെ ബേൺ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും അതിനെല്ലാം ശേഷം സാധാരണഗതിയിൽ ഡോക്ടറേറ്റ് കൊണ്ട് വിദ്യാഭ്യാസ കാലം സാധാരണ മനുഷ്യർ അവസാനിപ്പിക്കാറുണ്ടെങ്കിൽ അതിന് തുടർച്ചയായി പോസ്റ്റ് ഡോക്ടറേറ്റ് എന്ന നിലയിൽ ഡോക്ടർ ഹാബിൽ പദവിയും എല്ലാം നേടി വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതമായ ശ്രേണിയിലെത്തി നിൽക്കുന്ന മലയാളികളുടെ ആകെ അഭിമാനമായ അഭിവന്ധ്യ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് നമ്മുടെ നാട്ടുകാരനും അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു എന്നതും നമുക്ക് സംബന്ധിച്ചിടത്തോളം ഏറെ KRPM സ്കൂളിൽ നിന്ന് സ്കൂൾ പഠനം പൂർത്തീകരിച്ച് തിരുവല്ലയിലെയും കോഴഞ്ചേരിയിലെയും പത്തനംതിട്ടയിലുമെല്ലാം കോളേജുകളിൽ നിന്നായി പ്രീ ഡിഗ്രിയും ഡിഗ്രിയും MAയും എല്ലാം പഠിച്ച് MG യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കോടുകൂടി ഉപരിപഠനം MA പഠനം പൂർത്തീകരിച്ച് സ്കോളർഷിപ്പോടുകൂടി സ്വിറ്റ്സർലൻഡിലെ ബേൺ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും അതിനെല്ലാം ശേഷം സാധാരണഗതിയിൽ ഡോക്ടറേറ്റ് കൊണ്ട് വിദ്യാഭ്യാസ കാലം സാധാരണ മനുഷ്യർ അവസാനിപ്പിക്കാറുണ്ടെങ്കിൽ അതിന് തുടർച്ചയായി പോസ്റ്റ് ഡോക്ടറേറ്റ് എന്ന നിലയിൽ ഡോക്ടർ ഹാബിൽ പദവിയും എല്ലാം നേടി വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതമായ ശ്രേണിയിലെത്തി നിൽക്കുന്ന മലയാളികളുടെ ആകെ അഭിമാനമായ അഭിവന്ധ്യ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് നമ്മുടെ നാട്ടുകാരനും അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു എന്നതും നമുക്ക് സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദം. 2 തലമുറകൾ കണ്ടിരുന്നതായ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാൻ, ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട് കാണാൻ കഴിയാതെ ആ തലമുറകൾ ഈ മണ്ണിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു. 3ാം തലമുറയുടെ ഭാഗമായി ജീവിക്കുന്ന ഞാനും നിങ്ങളും ഈ മൈക്കിന്റെ ശബ്ദപരിധിയിലുമുള്ളതായ പ്രിയപ്പെട്ടവർ, നമ്മളുടെ മക്കളുടെ കാലത്ത് പോലും സീതത്തോട്ടിൽ ഒരു പാലം പണിയാൻ പോകുന്നില്ല എന്ന് മനസ്സിൽ കുറിച്ചിരുന്നവരാണ്. നിശ്ചയദാർഢ്യമുള്ളതായ ഒരു ഭരണാധികാരി ആ മുഖ്യധാരയിലേക്ക് കടന്നു വന്നതിന്റെ ഭാഗമായി സ്വപ്നമായി തലമുറകളുടെ കാലത്തും അവശേഷിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നതായ സീതത്തോട് പാലം ഇന്ന് ഈ നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കേവലം ഒരു പാലം പൂർത്തീകരണം എന്നത് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഈ നിമിഷം ആഹ്ലാദകരമാക്കി മാറ്റുന്നത്. 100 ദിവസക്കാലം കൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാലം പൂർത്തീകരിക്കപ്പെടുന്നത്. 100 ദിവസം കൊണ്ട് പാലം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കേവലം 39 ദിവസം മാത്രമാണ് അതിന്റെ ഉദ്യോഗസ്ഥന്മാരും അതിന്റെ ഭാഗമായിട്ടുള്ളതായ കരാർ കമ്പനിയും എല്ലാം പാലം നിർമ്മാണത്തിന് വേണ്ടി സമയമായി ചെലവഴിക്കപ്പെട്ടത്. പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ കുഴികൾ എടുക്കുന്നതിനും അതിനെ സഞ്ചാരയോഗ്യമാക്കി മാറ്റുന്നതിന് അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കുന്നതിനും വേണ്ടിയാണ് ബാക്കി 61 ദിവസം കൂടി ആവശ്യമായി വന്നത്. അങ്ങനെ 100 ദിവസക്കാലം കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതായ പാലമാണ് സീതത്തോട് പാലം എന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദകരമായ അനുഭവമായി ഈ മുഹൂർത്തം മാറ്റുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 ദിവസക്കാലം കൊണ്ട് ഈ പാലം പൂർത്തീകരിക്കപ്പെട്ടു എന്നതല്ല, അതിനേക്കാൾ ഉപരിയായി ആഹ്ലാദം സമ്മാനിക്കുന്നതായ നിരവധിയായ വിഷയങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. എന്നെ വ്യക്തിപരമായി 100 ദിവസം കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടതായ ആ പാലത്തിന്റെ വേഗതയേക്കാൾ എന്നെ ഏറെ ആഹ്ലാദഭരിതമാക്കി മാറ്റുന്നത് സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളിൽ നിന്നും മുഴുവൻ ആളുകളും ഒരു മനസ്സോടുകൂടി അണിനിരക്കുന്നതായ ഒരു വേദിയായി ഇന്ന് സീതത്തോട് ബസ് സ്റ്റാൻഡ് മാറി എന്നുള്ളതാണ് ഏറെ ആഹ്ലാദകരമാക്കി മാറ്റുന്നത്. ലോക ചരിത്രത്തിൽ ഒരു സ്ഥലത്ത് പോലും ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ഇതേപോലെ സംഗമിക്കുന്നതായ മറ്റൊരു സ്ഥലവും ലോക ചരിത്രത്തിൽ മറ്റൊരു സ്ഥലത്തും കാണിക്കാൻ വേണ്ടി കഴിയുകയില്ല. ഇപ്പൊ ധാരാളം പോലീസുകാർ നമുക്ക് കാവലായി ഇതിന്റെ ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. തിരുട്ട് ഗ്രാമം പോലെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും കള്ളന്മാർ ഈ നാട്ടിലേക്ക് വന്നാൽ
നമ്മുടെ എല്ലാം വീടുകൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഏറെ സഹായകരമായ അനുഭവമാണ്. ഇപ്പോൾ ഒരു വീട്ടിലും ആളില്ല, മുഴുവൻ വീടുകളിൽ നിന്നും ഒന്നടങ്കം ആളുകൾ സംഗമിക്കുന്നതായ അസുലഭമായ മുഹൂർത്തമായി സീതത്തോടിന് മാർച്ച് മാസം 5-ാം തീയതിയുടെ ഈ സായം സന്ധ്യാ നേരം മാറ്റി തീർത്തത് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറിന്റെ മഹാമാന്ത്രികതയുടെ ഭാഗമായിട്ട് കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമ്മൾ വലിയ വലിയ വിസ്മയങ്ങൾ കണ്ടിട്ടുണ്ട്. സിനിമകൾക്കകത്ത് കഥാപാത്രങ്ങൾ അണിനിരത്തുന്നതായ വിസ്മയങ്ങളുണ്ട്, മജീഷ്യന്മാർ കാണിക്കുന്നതായ മറ്റു വിസ്മയങ്ങളുണ്ട്. കഥാപാത്രങ്ങളും മജീഷ്യന്മാരും കാണിക്കുന്നതായ വിസ്മയമല്ല, മറിച്ച് യാഥാർത്ഥ്യമായി വികസനത്തിന്റെ വിസ്ഫോടനങ്ങൾ ഈ നാടിനകത്ത് യാഥാർത്ഥ്യമാക്കി ഒരു നാടിനെ ഒരു കുടക്കീഴിൽ ഒറ്റ മനസ്സായി അണിനിരത്താൻ കഴിയും ഒരു ഭരണാധികാരിക്ക് പിന്നിലാണ് ഈ നാടിന്ന് ഒന്നടങ്കം സീതത്തോട്ടിൽ സംഗമിച്ചിരിക്കുന്നത് എന്നതാണ് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷമായി ഇത് മാറ്റുന്നത്. നമ്മുടെ ഏതാനും ചില വീടുകളിൽ നിന്നും പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. കിടപ്പ് രോഗികളായ ഈ ഉള്ള ആളുകൾ, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ വീടുകൾക്ക് നിൽക്കുന്നുണ്ട്. അവരെല്ലാം ലൈവായി ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമായുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 6 കുടുംബങ്ങളിൽ നിന്ന് മാത്രമാണ് ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമായി മാറാൻ കഴിയാതെ മാറി നിൽക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന ഘട്ടം മുതൽ ബഹിഷ്കരിച്ച് പിന്നീട് ഇതിന്റെ നിർമ്മാണം എത്തുന്ന ഘട്ടത്തിലേക്ക് അതിന്റെ ഭാഗമായി മാറാതെ അതിനെതിരായ വ്യാജ ആരോപണങ്ങളും കള്ളക്കഥകളും എല്ലാം നാട്ടിൽ മെനഞ്ഞുവിട്ട് അപഹാസ്യരായി തലകുനിക്കപ്പെട്ട ഈ സമൂഹത്തിനകത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്നതായ ചില ആളുകൾ ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമായി മാറി നിൽക്കപ്പെടുന്നുണ്ട്. സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ കേവലം 6 കുടുംബങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു കുടക്കീഴിൽ അണിനിരക്കാൻ ഈ സായം സന്ധ്യാ നേരം ഈ കക്കാട്ടാറിന്റെ തീരം സാക്ഷ്യം വഹിക്കപ്പെടാൻ പോയി വേണ്ടിയിടയായത് ആ പാലം എന്നതായ മഹാമാന്ത്രിക വേദയിൽ നടന്നതിന്റെ ഭാഗമായി അതിന്റെ ഉദ്ഘാടന മാമാങ്കത്തിന് ഈ നാട് സാക്ഷ്യം വഹിക്കപ്പെടുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ കുടുംബങ്ങളിൽ നിന്നും ആളുകൾ അണിനിരക്കുന്ന ഒരു മഹാസമ്മേളനമായി വീണ്ടും ലോകത്തിനെ ഞെട്ടിക്കാൻ കഴിയുന്ന ഗ്രാമമായി സീതത്തോട് ഗ്രാമപഞ്ചായത്ത് മാറാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ദീർഘമായി സൂചിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. മറ്റൊട്ടനവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനകത്ത് യാഥാർത്ഥ്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ കിഴക്കൻ മലയോര ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വപ്നം കണ്ടിരുന്നതെല്ലാം ഇന്ന് യാഥാർത്ഥ്യം വേണ്ടി ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി, പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PS മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BS സുജ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന മുഹമ്മദ് റാഫി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നബീസത്ത് ബേബി, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VR രാധാകൃഷ്ണൻ, സംഘാടക സമിതി രക്ഷാധികാരി കൂടി നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ഫാദർ വർഗീസ് കൈതോൺ, ഫാദർ ഫിലിപ്പോസ് ചെരുവാലായിൽ, ശ്രീ സോമൻ വിനായക, ജനാബ് അബ്ദുൽ ലത്തീഫ് മൗലവി, റവറൻ അലക്സാണ്ടർ താരകൻ, ഫാദർ KA ആൻഡ്രൂസ് കടപ്പനങ്ങാട്, ഫാദർ ഐവാൻ ജോസഫ്, ഫാദർ ജോസഫ് മൈലാടിയിൽ, പാസ്റ്റർ അജു തോമസ്, ഫാദർ ക്രിസ്റ്റി ദേവള്ളിൽ, രാധാമണി കരുണാകരൻ, ഫാദർ ഏവർക്കും നമസ്കാരം. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തെ തുടർന്ന് പഴയ ഇടുങ്ങിയ സീതത്തോട് ജംഗ്ഷൻ ഇപ്പോൾ ചിറ്റാർ, താങ്ങമൂലി, സീതക്കുഴി, ഗുരുനാഥൻ മണ്ണ് എന്നീ റോഡുകൾ സംഗമിക്കുന്ന അതിവിശാലമായ ജംഗ്ഷനായി രൂപപ്പെട്ടിരിക്കുകയാണ്. പൂർത്തീകരിച്ച പാലം സീതത്തോട് ടൗണിൽ വളരെ കാലമായി നിലനിന്നിരുന്ന ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി തീരുന്നതാണ്. എത്രയും ബഹുമാന ആദരവ് നിറഞ്ഞ നമ്മുടെ സദസ്സിന്റെ അധ്യക്ഷൻ KU ജനീഷ് കുമാർ അവർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി അവർ, നാം ഇന്ന് നമ്മുടെ നാടിൻ്റെ ആദരവ് നൽകപ്പെടുന്ന അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ യുവാനിയസ് തിരുമേനി സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മാന്യരായ മഹൽ വ്യക്തികളെ, സമയപരിധി കാരണം ഞാൻ പേരുകൾ പറയുന്നതിൽ നിന്നും പിന്തിരിയുകയാണ്. മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കോന്നി MLA KU ജനീഷ് കുമാറിനോടൊപ്പം ഒരു പേരുകൂടി, ഒരു തൂവൽ പേരുകൂടി ചേർക്കണമെന്ന് മനസ്സിലാഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ മാന്ത്രികൻ ആണ്. കാരണം നമ്മുടെ നാട്ടിൽ എണ്ണി പറഞ്ഞാൽ തീരാത്ത അത്ര പ്രവർത്തനങ്ങൾ പാലത്തോടനുബന്ധിച്ചും അതിന് മുന്നിലും പിന്നിലുമായിട്ട് നമ്മുടെ നാടിന്റെ MLA പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ
എനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഒരു പാലമോ മറ്റെന്തെങ്കിലും സംവിധാനമോ സർക്കാരിലൂടെ നാടിന് സമർപ്പിക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചിട്ട് പല നാട്ടിലെയും പല MLA-മാരും അവരുടെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ട പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പലപ്പോഴും തിരിഞ്ഞു പോകുമ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും എത്ര ക്ഷീണിതനായിട്ട് യാത്ര ചെയ്തു വന്നയാളാണെങ്കിലും KE ജനീഷ് കുമാർ എന്ന മാന്ത്രികൻ രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ടും നമ്മുടെ പാലത്തിന്റെ നിർമ്മാണം സസൂക്ഷ്മം വീക്ഷിച്ചതിന് ശേഷമല്ലാതെ ഈ പാലത്തിന്റെ കൈപിരിവിട്ട് അപ്പുറത്തേക്ക് കടന്നു പോയിട്ടില്ല എന്നുള്ളത് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും പറയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതേ രീതിയിൽ കൂടി നാടിനെ സേവിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ ജനസേവകനായ നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ ബഹുമാന്യനായ ജനീഷ് കുമാർ അവർക്ക് മുന്നേറാൻ അവസരം ഒരുക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ നാടിന്റെ രണ്ടാമത്തെ വലിയൊരു ഐശ്വര്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ